ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗത്തിലെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിനു വേണ്ടി വിശുദ്ധീകരിക്കപ്പെട്ട, വേർതിരിക്കപ്പെട്ട, പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു വിശുദ്ധ ജീവിതം നയിച്ച്, ഒരു ധാർമ്മിക ജീവിതം നയിച്ച് മുന്നോട്ട് നടന്നു പോകുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ തന്നെയായിരുന്നു ആദിമ കാലഘട്ടത്തെ നമ്മുടെ സഭയെന്ന് കാണുവാനായിട്ട് സാധിക്കും. എഫെസോസിലെ സഭയും സ്മുർന്നയിലെ സഭയെല്ലാം അപ്രകാരമാണ് മുന്നോട്ട് കടന്നുപോയത്. എന്നാൽ ദൈവത്തിൻ്റെ ജനം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് സാത്താന് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് സാത്താൻ എപ്പോഴും പോരാട്ടങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരുന്നു. സ്മുർന്നയിലെ സഭയെ തകർക്കുന്നതിന് വേണ്ടി ഏറ്റവും കൊടിയ പീഡനങ്ങളാണ് അവർക്ക് നേരെ അഴിച്ചുവിട്ടത്. ഏറ്റവും അധികം രക്തസാക്ഷികൾ ഉണ്ടായത് സ്മുർന്നയിലെ സഭയുടെ കാലഘട്ടത്താണ്. അതിനെപ്പറ്റി തർത്തുല്യൻ എന്ന് പറയുന്നതായ പിതാവ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഓരോ രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്താണ് എന്ന്. സാത്താന് നോക്കിയപ്പോൾ പീഡനത്തിലൂടെ സഭയെ തകർക്കാൻ സാധിക്കില്ല എന്ന് കണ്ട സാത്താൻ അടുത്ത തന്ത്രവുമായിട്ടാണ് മുന്നോട്ട് കടന്നു വന്നത്. എഡിക്റ്റ് ഓഫ് മിലാൻ വഴി ക്രിസ്തു മതത്തിലേക്ക് ചേരപ്പെട്ടതായ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയിലൂടെ മനപരിവർത്തനമില്ലാതെ മതപരിവർത്തനം ചെയ്യപ്പെട്ട ആളുകളിലൂടെ അനേക ദുരാചാരങ്ങൾ സഭയിലേക്ക് കൊണ്ടുവന്നതായിട്ട് കാണുവാൻ സാധിക്കും. രാഷ്ട്രീയമായിട്ടുള്ളതായ നീക്കങ്ങളിൽ മതപണ്ഡിതന്മാരെ ചേർത്തുകൊണ്ട് മതവും രാഷ്ട്രീയവും മിക്സാക്കിക്കൊണ്ടാണ് മുന്നോട്ട് കടന്നുപോയത്. വേദപുസ്തകത്തിലൊരു ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ബിലയാമിൻ്റെ കാലഘട്ടത്തും അപ്രകാരം സംഭവിച്ചെന്ന് കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ ജനത്തെ തകർക്കുന്നതിന് വേണ്ടി, ജാതീയമായിട്ടുള്ളതായ പരസംഗം ചെയ്യുന്നതിന് വേണ്ടി ഉപദേശിച്ചു കൊടുത്തതായ ബിലയാമിൻ്റെ അതേ കാര്യം തന്നെ ആത്മീകമായിട്ടുള്ളതായ പരസംഗത്തിന് വേണ്ടി സാത്താൻ ഉപയോഗിക്കുന്നു. ഇത് സംഭവിച്ചത് AD 323 മുതൽ 358 വരെയുള്ളതായ കാലഘട്ടമാണ്. പെർഗമോസ് സഭ, എ ചർച്ച് ഓഫ് കോംപ്രമൈസ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഗമം എന്ന് പറഞ്ഞാൽ വിവാഹമാണ്. മതവും രാഷ്ട്രീയമായിട്ടുള്ളതായ വിവാഹം നടന്ന് ആത്മീകമായി ജനങ്ങളെ തെറ്റിച്ചുകൊണ്ടിരുന്നതായി കാലഘട്ടത്തിൽ ഇതിനെ വെളിപാട് പുസ്തകം നേരത്തെ തന്നെ മുൻകൂട്ടി പ്രവചിച്ചിരുന്നതാണ്. നമുക്ക് വായിക്കാം. വെളിപാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം: എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റവും പറയുവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പണം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുൻപിൽ ഇടർച്ച വയ്പ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചുകൊള്ളുന്നവർ അവിടെ നിലകൊള്ളും. ഇതൊരു കാലഘട്ടത്തേക്ക് മാത്രമുള്ളതായ പ്രവചനമല്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പല പ്രലോഭനങ്ങളും ഈ ലോകത്തിൻ്റെതായ പല കാര്യങ്ങളിലും നമ്മളിലേക്കും കടന്നു വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതായ വചനം കൂടിയാണ്. വ്യക്തിപരമായി നാം ജീവിക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ടതായ ഒരു ജീവിതം നാം നയിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥനയോടെ ആയിരിക്കണം, തെറ്റിപ്പോകാതിരിക്കുന്നതിന് വേണ്ടി. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ ഞങ്ങൾ അളവുപെടാ സ്നേഹിതം ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതായി ഇരിക്കുവാനും ഞങ്ങളുടെ തീരുമാനത്തിലെല്ലാം സ്വർഗത്തിലെ ദൈവം ഞങ്ങളോട് കൂടിയിരിക്കുവാൻ തക്കൊണ്ട് നിങ്ങൾ കൃപയുണ്ടായിരിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാണ് പ്രാർത്ഥിക്കുന്നത്. അടിയങ്ങൾക്ക് വേണ്ടി ജിം ചീസ് മുന്നിൽ തന്നെ അപേക്ഷിക്കുന്നു.